നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കേരളത്തിന്റെ ഹൈക്കോടതിയുടെ നിലപാട് ഇന്ന് സർക്കാരിനെ വെട്ടിലാക്കിയിരിക്കുന്നു. നവീൻ ബാബുവിന്റെ കൊലപാതകം CBI അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ നൽകിയ ഹർജിയിൽ ഹൈക്കോടതി ചില നിർണായക നീക്കങ്ങളാണ് ഇന്ന് തുടക്കമിട്ടത്. ഹർജിയിൽ വാദം കേട്ട ഹൈക്കോടതി ഈ വിഷയത്തിൽ സർക്കാരിൻ്റെയും CBIയുടെയും നിലപാട് തേടി. ഇതുതന്നെയാണ് ഈ ഹർജിയിലെ ഏറ്റവും ശ്രദ്ധേയമായ നീക്കവും. പോലീസ് അന്വേഷണം തൃപ്തികരമല്ലെന്നും നീതി ലഭിക്കുമെന്ന് തങ്ങൾക്ക് പ്രതീക്ഷയില്ല എന്നും മഞ്ജുഷ ഹൈക്കോടതിയിൽ പറഞ്ഞു. നവീൻ ബാബുവിന്റെ മരണമന്വേഷിക്കാൻ സർക്കാർ നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം പ്രഹസനമാണ്. നവീൻ ബാബുവിന്റെ മരണം കൊലപാതകമടക്കമാണോ എന്ന കാര്യങ്ങൾ പരിശോധിക്കണമെന്നാണ് ഭാര്യ മഞ്ജുഷ ഹൈക്കോടതിയോട് പറഞ്ഞത്. നവീൻ ബാബുവിനെ കൊലപ്പെടുത്തിയതോ സത്യം കണ്ടെത്തണമെങ്കിൽ CBI വരണമെന്ന് കേരളം നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിരുന്നു. നവീൻ ബാബുവിന്റെ മരണത്തിനു ശേഷം ആ മൃതദേഹത്തിനൊപ്പം അന്ന് കണ്ണൂരിൽ നിന്ന് വന്ന ചില നേതാക്കൾ, തുടർന്ന് പത്തനംതിട്ടയിലെ CPM നേതാക്കളുടെ നേതൃത്വത്തിലാണ് അന്ന് മറ്റ് ചടങ്ങുകൾ നടന്നത്. തുടക്കം മുതൽ നവീൻ ബാബുവിൻ്റേതൊരു കൊലപാതകമാണ് എന്ന സംശയം കേരളത്തിന്റെ പൊതുസമൂഹം ഉയർത്തിയിരുന്നു. പിന്നാലെ CBI അന്വേഷണം ഏർപ്പെടുത്തിയാൽ മാത്രമേ ഈ കേസിലെ യഥാർത്ഥ പ്രതികൾ പുറത്തുവരികയുള്ളൂ എന്ന് കേരളം ഉറച്ചു വിശ്വസിക്കുകയും ചെയ്തു. ഉപതെരഞ്ഞെടുപ്പുകൾ തൊട്ടുമുന്നിൽ നിന്നപ്പോൾ സർക്കാർ അക്ഷരാർത്ഥത്തിൽ വെട്ടിലായി. തുടർന്ന് പാർട്ടി നടത്തിയ ചില നാടകീയ നീക്കങ്ങൾ. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നവീൻ ബാബുവിൻ്റെ കുടുംബത്തിലെത്തുന്നു. ഭാര്യ മഞ്ജുഷയെ ആശ്വസിപ്പിക്കുന്നു. പാർട്ടി നവീൻ ബാബുവിൻ്റെ കുടുംബത്തിനൊപ്പമുണ്ട് എന്ന വാക്ക് നൽകിയാണ് അദ്ദേഹം ആ കുടുംബത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയത്. പിന്നീട് മാധ്യമപ്രവർത്തകരോട് ഇക്കാര്യം ഉറപ്പിച്ചു പറഞ്ഞു. CPM പാർട്ടി നവീൻ ബാബുവിൻ്റെ കുടുംബത്തിനൊപ്പം. നിരവധി പാർട്ടി നേതാക്കളും MLA മാരുമൊക്കെ നവീൻ ബാബുവിൻ്റെ കുടുംബത്തിലെത്തി. അതൊരു പാർട്ടി കുടുംബമാണ്. നേരത്തെ മുതൽ പാർട്ടി പ്രവർത്തനങ്ങളിൽ സജീവമാണവർ. എന്നാൽ മറുവശത്ത് PP ദിവ്യയെ പാർട്ടിയുടെ കണ്ണൂർ ലോബി നിരന്തരം ഒളിപ്പിക്കുന്ന തിരക്കിലായിരുന്നു. പാർട്ടിയുടെ ഭൂഗർഭറകളിൽ തന്നെ അവരെ സുരക്ഷിതമായി ഒളിപ്പിച്ചു വെച്ചു. ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ചേലക്കരയിലടക്കം PP ദിവ്യ വലിയ വിഷയമാകുന്നു എന്ന് തിരിച്ചറിഞ്ഞപ്പോഴാണ് ഒടുവിൽ പാർട്ടി ചില ഫോർമുലകളുമായി PP ദിവ്യയെ സമീപിച്ചത്. ഇത്തരം സമവായ നീക്കങ്ങളുടെ ഭാഗമായി ഒടുവിൽ PP ദിവ്യ പോലീസിന് മുന്നിൽ ഹാജരാകുന്നു. എന്നാൽ PP ദിവ്യയെ അറസ്റ്റ് ചെയ്യുന്നതടക്കമുള്ള ഒരു ദൃശ്യവും മാധ്യമങ്ങൾക്ക് ലഭിക്കാതിരിക്കാൻ സർവ്വതന്ത്രങ്ങളും പയറ്റി പാർട്ടിയും പോലീസുമൊക്കെ. പോലീസ് കസ്റ്റഡിയിലായ PP ദിവ്യയുടെ ധാർഷ്ട്യവും അഹങ്കാരവുമൊക്കെ അന്ന് വലിയ ചർച്ചകളായിരുന്നു. പോലീസിന് മുന്നിൽ വലിയ ധിക്കാരത്തോടെ തന്നെയാണ് PP ദിവ്യ ഇരുന്നതും. ദിവസങ്ങളോളം നവീൻ ബാബുവിന്റെ മരണത്തിൽ ഒരുവിധ പ്രതികരണങ്ങളും നടത്താതിരുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒടുവിൽ ഒരു പ്രതികരണം നടത്തി. ഈ കേസിൽ നീതിപൂർവമായ അന്വേഷണം പോലീസ് നടത്തുമെന്നാണ് അന്ന് മുഖ്യമന്ത്രി കേരളത്തിന് ഉറപ്പ് നൽകിയത്. പാർട്ടിയും സർക്കാരും നവീൻ ബാബുവിന്റെ കുടുംബത്തിനൊപ്പം എന്ന സന്ദേശം ജനങ്ങൾക്കിടയിൽ പരത്താൻ ഒരു ഭാഗത്ത് ശ്രമിക്കുക, മറുഭാഗത്ത് നേതാക്കളുടെ നീണ്ട ഒഴുക്കായിരുന്നു PP ദിവ്യയെ കാണാൻ ജയിലിലേക്ക്. ജയിലിൽ PP ദിവ്യയ്ക്ക് എല്ലാവിധ സുഖസൗകര്യങ്ങളും പാർട്ടി ഒരുക്കിക്കൊടുത്തു എന്നതിൻ്റെ എത്രയോ വാർത്തകൾ നമ്മൾ കേട്ടു. ജാമ്യം കിട്ടാനുള്ള സർവ്വതന്ത്രങ്ങളും സർക്കാർ പയറ്റി. പ്രോസിക്യൂഷൻ പോലും ഉരുണ്ട് കളിച്ചു. പോലീസ് റിപ്പോർട്ട് എല്ലാം കൃത്രിമം നിറഞ്ഞതായിരുന്നു. PP ദിവ്യയ്ക്ക് ജാമ്യം ലഭിക്കാനായി ജില്ലാ കളക്ടറെ കൊണ്ടുപോലും വ്യാജമൊഴി കൊടുപ്പിച്ച വാർത്തകളും നമ്മൾ കേട്ടു. ജില്ലാ കളക്ടറുടെ മൊഴിയിലാണ് ഒടുവിൽ കോടതിയിൽ നിന്ന് PP ദിവ്യയ്ക്ക് ജാമ്യം ലഭിക്കുന്നത്. ആ മൊഴി വ്യാജമാണ് എന്ന് നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷ അന്നേ വിളിച്ചു പറഞ്ഞിരുന്നു. പാർട്ടിയും സർക്കാരുമൊക്കെ നവീൻ ബാബുവിൻ്റെ കുടുംബത്തിനൊപ്പമാണ് എന്നത് വെറും പ്രസ്താവന മാത്രം. അതിലപ്പുറം ജില്ലാ കളക്ടറും പോലീസ് അന്വേഷണ സംഘവുമൊക്കെ പൂർണ്ണമായും PP ദിവ്യയ്ക്കൊപ്പം. എന്നാൽ PP ദിവ്യയെ മാത്രം രക്ഷിച്ചെടുക്കുന്ന നാടകങ്ങളല്ല മറുവശത്ത് നടന്നത്. PP ദിവ്യയ്ക്കും പ്രശാന്തിനും അപ്പുറം നിരവധി ബിനാമികളും മാഫിയകളുമൊക്കെ ഇതിനു പിന്നിൽ കളിച്ചിരുന്നു എന്ന് പകൽ പോലെ വ്യക്തമായ കാര്യമാണ്. PP ദിവ്യയ്ക്ക് അപ്പുറത്തേക്ക് ഈ കേസ് ഒരു തരത്തിലും പോകരുത് എന്ന് സർക്കാർ ശഠിച്ചു. അതുകൊണ്ട് തന്നെ ഈ കേസിൽ മറ്റുള്ളവരെ കാര്യമായി ചോദ്യം ചെയ്തില്ല. എന്തിനേറെ ജില്ലാ കളക്ടറെ പോലും ശരിയായ വിധത്തിൽ പോലീസ് ചോദ്യം ചെയ്തില്ല. ജില്ലാ കളക്ടർ വലിയ അധികാര സ്വാധീനമുള്ള വ്യക്തിയാണ്. എന്നിട്ടും സംശയനിഴലിലായ ഈ ജില്ലാ കളക്ടർ അരുൺ K വിജയനെ കണ്ണൂരിൽ തന്നെ തുടരാൻ സർക്കാർ അനുവദിച്ചു. ജില്ലാ കളക്ടറുടെ ഒരൊറ്റ ദയാവായ്പിലാണല്ലോ PP ദിവ്യയ്ക്ക് ജാമ്യം കിട്ടിയത്. പാർട്ടിയിലെ ഉന്നതരൊക്കെ ഇപ്പോഴും രക്ഷപ്പെട്ടു നിൽക്കുന്നത്. ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ PP ദിവ്യയെ സ്വീകരിക്കാൻ വലിയ നേതാക്കളുടെ നീണ്ട നിരയാണ് അങ്ങോട്ടേക്ക് ഒഴുകിയെത്തിയത്. എന്തിനേറെ
പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ ഭാര്യ ശ്യാമളയടക്കം വലിയ നേതാക്കൾ അവിടെ പി ദിവ്യയെ ആനയിച്ച് സ്വീകരിച്ചു കൊണ്ടുപോകാനായി എത്തിച്ചേർന്നു. പി ദിവ്യക്കെതിരെ പാർട്ടി നടപടിയെടുത്തപ്പോൾ പാർട്ടിയുടെ തന്നെ മുട്ടിടിച്ചു. പാർട്ടിയെ നോക്കി പി ദിവ്യ വെല്ലുവിളിക്കുകയായിരുന്നു. അത് നമ്മൾ മാധ്യമങ്ങളിലൂടെയൊക്കെ തിരിച്ചറിഞ്ഞു. പി ദിവ്യയ്ക്ക് ഇത്ര വലിയ സ്വാധീനം എങ്ങനെയാണ് പാർട്ടിയിൽ കൈവന്നത് എന്ന ചോദ്യം പൊതുവെ മാധ്യമങ്ങൾ ഉയർത്തി. എന്നാൽ പാർട്ടിയുടെ കണ്ണൂർ ലോബി പി ദിവ്യയ്ക്ക് പൂർണ്ണ സംരക്ഷണ കവചമൊരുക്കി നിന്നു. മുഖ്യമന്ത്രി പോലും പിന്നീട് പി ദിവ്യക്കെതിരെ ഒരക്ഷരം സംസാരിക്കാൻ ശക്തിയില്ലാത്തവനായി മാറി. ആദ്യ ദിവസങ്ങളിൽ നവീൻ ബാബുവിന്റെ കേസന്വേഷണം നീതിയുക്തമായി നടക്കുമെന്നൊക്കെ പാവം മഞ്ജുഷ വിചാരിച്ചു. ക്രമേണ വലിയ അട്ടിമറിയാണ് കേസ് അന്വേഷണത്തിൽ നടക്കുന്നത് എന്ന് മഞ്ജുഷ തിരിച്ചറിഞ്ഞു. ഇക്കാര്യം അവർ മാധ്യമങ്ങളിലൂടെ കേരളത്തെ അറിയിക്കുകയും ചെയ്തു. പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചുവെങ്കിലും കുടുംബത്തിലെ അംഗങ്ങളുടെ അടക്കം ആരുടെയും മൊഴി രേഖപ്പെടുത്തിയില്ല എന്നവർ പരസ്യമായി പറഞ്ഞു. അതിനിടയിൽ മലയാലപ്പുഴ മോഹൻ എന്ന നവീൻ ബാബുവിൻ്റെ ഒരു കുടുംബാംഗം ചില സത്യങ്ങൾ കേരളത്തോട് തുറന്നു പറഞ്ഞു. നവീൻ ബാബുവിൻ്റേത് ഒരു കൊലപാതകമാണോ എന്ന് ഞങ്ങൾ സംശയിക്കുന്നു. ഇൻക്വസ്റ്റ് നടപടികളിലും പോസ്റ്റ്മോർട്ടത്തിലുമൊക്കെ നടത്തിയ ആ ധൃതി തന്നെയാണ് ഞങ്ങളെ ഇത്തരമൊരു സംശയത്തിലേക്ക് നയിക്കുന്നത്. CCTV ദൃശ്യങ്ങളോ കാര്യമായ പരിശോധനകളോ നടന്നിട്ടില്ല. ഡ്രൈവർ ഷംസുദ്ദീനെ അടക്കം ചോദ്യം ചെയ്യണമെന്ന് മലയാലപ്പുഴ മോഹൻ പറഞ്ഞു. മോഹൻ പിന്നീട് തൻ്റെ പ്രസ്താവനകൾ രൂക്ഷമാക്കി. നവീൻ ബാബുവിൻ്റേത് ഒരു കൊലപാതകമെന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറയുന്ന ഘട്ടത്തിലെത്തി. മഞ്ജുഷയും സമാന സൂചനകൾ ആദ്യ മാധ്യമപ്രവർത്തകരോട് നൽകി. പി ദിവ്യയ്ക്ക് ജാമ്യം ലഭിച്ചതിന് പിന്നാലെ മഞ്ജുഷ വളരെ ശ്രദ്ധയോടെ കരുതലോടെ കരുക്കൾ നീക്കി. ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് അന്ന് തന്നെ വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഒടുവിൽ ഹൈക്കോടതിയിലെത്തിയ മഞ്ജുഷ നവീൻ ബാബുവിൻ്റേത് ഒരു കൊലപാതകമെന്ന് ഹൈക്കോടതിക്ക് മുൻപാകെ പറഞ്ഞു. ഇപ്പോഴിതാ മുഖ്യമന്ത്രി പിണറായി വിജയൻ പാതാളക്കുഴിയിൽ അകപ്പെടുന്ന കാഴ്ച. നവീൻ ബാബുവിൻ്റെ കുടുംബത്തിനൊപ്പമെന്ന് പ്രഖ്യാപിച്ച മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും ഇപ്പോൾ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കാനുള്ള സമയമായി. ഈ കേസന്വേഷണം CBIയെ ഏൽപ്പിക്കണമോ എന്നതാണ് ഹൈക്കോടതിയുടെ ചോദ്യം. CBIയെ തന്നെ ഈ കേസന്വേഷണം ഏൽപ്പിക്കണമെന്ന് പറയാൻ ഈ സർക്കാരിന് ആർജവമുണ്ടോ? നവീൻ ബാബുവിൻ്റെ കുടുംബം ആവശ്യപ്പെടുന്നത് ഒരു CBI അന്വേഷണമാണ്. നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷ ഇക്കാര്യം ശക്തമായി ഹൈക്കോടതിയിൽ പറഞ്ഞു കഴിഞ്ഞു. നവീൻ ബാബുവിൻ്റെ കുടുംബത്തിനൊപ്പമാണ് എന്ന് വ്യക്തമാക്കിയ മുഖ്യമന്ത്രി വാക്ക് പാലിക്കണം. CBIയെ തന്നെ ഈ കേസ് അന്വേഷണം ഏൽപ്പിക്കണം. കുരുങ്ങുന്നത് ഏത് ഉന്നതനുമാകട്ടെ, പാർട്ടിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരാകട്ടെ. ഇത്തരമൊരു കേസ് CBI അന്വേഷിച്ചില്ല എങ്കിൽ എല്ലാ കാലവും പാർട്ടിയുടെ മേൽ കളങ്കമായി ഈ കേസ് അവശേഷിക്കും എന്ന് മുഖ്യമന്ത്രിയും ഗോവിന്ദനുമൊക്കെ തിരിച്ചറിയുക. പത്തനംതിട്ട പാർട്ടി ജില്ലാ കമ്മിറ്റി എത്ര രൂക്ഷമായാണ് ഈ വിഷയത്തിൽ പ്രതികരിച്ചത് എന്ന് മുഖ്യമന്ത്രിക്ക് പോലും അറിവുള്ളതാണ്. എന്നിട്ടും പാർട്ടിയുടെ കണ്ണൂർ ലോബി പൂർണ്ണമായി പി ദിവ്യയെ സംരക്ഷിക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നു. ഒരിക്കൽ എം വി ഗോവിന്ദൻ പറഞ്ഞു, തിരുത്തലൊക്കെ കഴിഞ്ഞ് പി ദിവ്യ കൂടുതൽ ശക്തിയായി കരുത്തോടെ പാർട്ടിയിലേക്ക് തിരിച്ചു വരട്ടെയെന്ന്. അതൊക്കെയാണ് ഇവരുടെയൊക്കെ മനസ്സിലിരിപ്പ്. നവീൻ ബാബുവിന്റെ ഭാര്യയും തഹസിൽദാരുമായ കെ മഞ്ജുഷ നൽകിയ ഹർജിയിൽ നവീൻ ബാബുവിനെ കൊലപ്പെടുത്തി കെട്ടിത്തൂക്കിയതാണ് എന്ന് സംശയിക്കുന്നുവെന്ന് അവർ ചൂണ്ടിക്കാട്ടുന്നു. ADMന്റെ യാത്രയയപ്പ് ചടങ്ങിൽ ക്ഷണിക്കപ്പെടാതെയാണ് ക്യാമറമാനെയും കൂട്ടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന പി ദിവ്യ എത്തിയത്. പ്രസംഗത്തിൽ നവീൻ ബാബുവിനെ മോശക്കാരനാക്കി ചിത്രീകരിച്ച് പുറം ലോകത്ത് പ്രചരിപ്പിച്ചത് മനഃപൂർവ്വം. മരണത്തിന് ശേഷവും പ്രതിയായ ദിവ്യയും മറ്റും നവീൻ ബാബുവിനെ വേട്ടയാടുന്നത് തുടരുന്നു. കൈക്കൂലിയുടെ പേരിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തിയ പരാതി പോലും വ്യാജമാണ്. ADMന്റെ മരണത്തിന് ശേഷമാണ് ഞങ്ങളുടെ സംശയങ്ങൾ വർദ്ധിച്ചത്. യാത്രയയപ്പ് ചടങ്ങിനു ശേഷം നവീൻ ബാബുവിനെ കണ്ടവർ ആരൊക്കെ? കളക്ട്രേറ്റിലെയും റെയിൽവേ സ്റ്റേഷനിലെയും ക്വാർട്ടേഴ്സിലെയും CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് വ്യക്തത വരുത്തണം. ആത്മഹത്യയെന്ന പോലീസ് നിഗമനം തങ്ങൾ വിശ്വസിക്കുന്നില്ല. കൊന്ന് കെട്ടിത്തൂക്കിയതാണ് എന്ന് ഞങ്ങൾ സംശയിക്കുന്നു. ADMന്റെ മരണത്തിന് ശേഷം രൂപീകരിച്ച പ്രത്യേക പോലീസ് സംഘത്തിന് നാളിതുവരെ അന്വേഷണത്തിൽ യാതൊരു പുരോഗതിയും കൈവരിക്കാൻ കഴിഞ്ഞിട്ടില്ല. CCTV അടക്കമുള്ള ശാസ്ത്രീയ തെളിവുകൾ പോലും സമാഹരിക്കുന്നില്ല. യഥാർത്ഥ തെളിവുകൾ മറച്ചുപിടിക്കാനും പ്രതിയെ രക്ഷിക്കാനും വ്യാജ തെളിവുകൾ ഉണ്ടാക്കാനുമാണ് അന്വേഷണ സംഘത്തിന് വ്യഗ്രത. മരണത്തിന് ശേഷമുള്ള ഇൻക്വസ്റ്റ് അടക്കമുള്ള തുടർ നടപടികളിലെ വീഴ്ചയും മനഃപൂർവ്വമാണ് എന്ന് കരുതേണ്ടിയിരിക്കുന്നു. അടുത്ത ബന്ധുവിൻ്റെ സാന്നിധ്യം പോലുമില്ലാതെ പൂർത്തിയാക്കിയ നടപടിക്രമങ്ങൾ കൊലപാതകം മറച്ചുവെക്കാനായിരുന്നു എന്നതിലും സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ നവീൻ ബാബുവിന്റെ മരണത്തിൽ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണം എന്ന് ഹൈക്കോടതിക്ക് മുൻപാകെ മഞ്ജുഷ ഹർജി നൽകുന്നു. CBI അന്വേഷണം ഏർപ്പെടുത്തണമെന്നതാണ് ഹർജിയുടെ ഏറ്റവും വലിയ അപേക്ഷ. തുടർന്നാണ് ADM നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസ് ഡയറി ഹാജരാക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടത്.
ഡിസംബർ 6 കേസ് ഡയറി ഹാജരാക്കണം. ഡിസംബർ 9 കേസിൽ വിശദവാദം കോടതി കേൾക്കും. ശക്തമായ നീക്കങ്ങളാണ് നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ ഇപ്പോൾ നടത്തുന്നത്. ഇവിടെ പൂർണ്ണമായി വെട്ടിലായിരിക്കുന്നത് CPM എന്ന പാർട്ടിയും സംസ്ഥാന ഭരണകൂടവും പോലീസ് സംവിധാനങ്ങളും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.